ഹായ് ഫ്രണ്ട്സ്, സുരേഷ് വീഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരുനാവായ നവകുന്ദ ക്ഷേത്രത്തിലാണ്. മലപ്പുറം ജില്ലയിൽ വളരെ പേര് കേട്ട പ്രസിദ്ധി ആർജിച്ച ഒരു ക്ഷേത്രമാണ് നവകുന്ദ ക്ഷേത്രം. അതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളും അതുകൂടാതെ അതിൻ്റെ ഐതിഹ്യവും നിറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോകാം. വഴിപാട് കൗണ്ടറാണ്. അയ്യപ്പസ്വാമിയുടെ നടയാണിത്. ആളുകൾക്ക് കുളിക്കുന്നതിനും മറ്റുള്ള സൗകര്യങ്ങളും അതുപോലെ മുകളിലത്തെ നിലകൾ താമസിക്കാനുള്ളതാണ്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇപ്പോൾ സമയം രാവിലെ 5 മണിയായിട്ടുണ്ട്. നിർമ്മാല ദർശനം തുടങ്ങുന്ന ഒരു സമയമാണ്. അത്ഭുതപൂർവമായ തിരക്കാണ് തിരുനാവായ നവകുന്ദ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. നമുക്ക് കണ്ടറിയാം, അതിനുമാത്രം ജനങ്ങളാണ് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരുന്നത്. അതുകൂടാതെ മലപ്പുറം ജില്ലയിലെ വ്യത്യസ്തമായ ക്ഷേത്രം എന്നതിലുപരി പിതൃതർപ്പണത്തിന് വളരെ പേര് കേട്ട ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ കാഴ്ചകളിലൊക്കെ ആയിട്ട് നമുക്ക് പോകാം. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് തിരുനാവായ നവകുന്ദ ക്ഷേത്രം. പ്രധാനമായും നവകുന്ദൻ എന്നറിയപ്പെടുന്ന വിഷ്ണുദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തുല്യശക്തിയായി തന്നെ ലക്ഷ്മി ദേവി ഇവിടെ കുടികൊള്ളുന്നു. പുറകുവശത്തു നിന്നുള്ള കാഴ്ചകളാണ്. പുറകുവശത്തെ ഗോപുരമാണത്. കാണുന്നൊരു ഊട്ടുപുരയാണ്. ഈ കാണുന്നത് പ്രസാദ കൗണ്ടറാണ്. ഭാരതപ്പുഴ തീരത്ത് നവകുന്ദ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായി നിൽക്കുന്ന ആലാണിത്. നേരം വെളുക്കുന്നതേ ഉള്ളൂ. 5:30 സമയമായിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഒത്തിരി ആളുകൾ പിതൃതർപ്പണം ചെയ്യാനായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ അറിയിപ്പ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. പുഴയിൽ അടിയൊഴുക്കുണ്ടെന്നുള്ള ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്.
തീർപ്പം തുടങ്ങുന്നതേ ഉള്ളൂ. ആളുകൾ ഇവിടെ കുളിച്ച് ഇവിടെ വന്നിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ചടങ്ങുകൾ തുടങ്ങുന്നുള്ളൂ. ഈ കാണുന്നത് ഭാരതപ്പുഴയാണ്. ഇത് കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് സ്മാരകമായ മാമാങ്ക സ്മാരകമാണ്. പഴുക്ക മണ്ഡപം എന്നുകൂടി ഇതിന് പേരുണ്ട്. തിരുനാവായയിലാണ് മാമാങ്കം നടന്നത് എന്നുള്ളത് ചരിത്രത്തിൽ പറയുന്നു. അത്രയും വിശേഷമായ ഒരു സ്ഥലമാണ് തിരുനാവായ. അനവധി ഭക്തജനങ്ങളാണ് ഈ രാവിലെയും പൊതുദർപ്പണം ചെയ്യാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ സ്ത്രീകൾക്ക് വസ്ത്രം മാറുന്നുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊതുദർപ്പണത്തിന് വേണ്ടിയുള്ള സാമഗ്രികൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുക. പുഴ തിരിഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നിങ്ങനെ ഒഴുകി ഇടത്തേക്ക് തിരിഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്ത് ഇറങ്ങി ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങി കുളിക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെ അമ്പലത്തിലെ അടിയന്തരക്കാരനായിട്ടുള്ള കോട്ടയിൽ ഉണ്ണികൃഷ്ണൻ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ അമ്പലത്തെ പറ്റി ഒരു ഐതിഹ്യം ഒന്ന് പറയാവോ? ബ്രാഹ്മണന് കുട്ടികളിലായിട്ട് ഒരു അച്ഛനും അമ്മയും കൂടി തപസ് ചെയ്തു ശിവനെ. അങ്ങനെ ശിവൻ പ്രത്യക്ഷയായി. അപ്പോൾ 100 വയസ്സ് വരെ ജീവിക്കുന്ന കുട്ടിയാണോ വേണ്ടല്ല 16 വയസ്സ് വരെ ജീവിക്കുന്ന സദ്ഗുണനായ കുട്ടീനെയാണോ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഏതായാലും നല്ലതായിക്കോട്ടെ വെച്ചിട്ട് 16 വയസ്സ് വരെ ജീവിക്കുന്ന കുട്ടി മതി, സദ്ഗുണനായുള്ളവൻ ആണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞു. പിറന്നാളൊക്കെ ആയി. 16ാമത്തെ പിറന്നാളിന് അച്ഛൻ സന്യസിക്കാൻ പോവുക. കാരണം അയാൾ 16ാമത്തെ വയസ്സാകുമ്പോൾ പോകുമെന്നുള്ള ഉറപ്പായി. അപ്പോൾ ഈ ഭക്ഷണം കൂടെ കഴിക്കുകയേ വേണ്ടൂ. അപ്പോൾ ഇയാൾ പോവാം എന്നുള്ളൊരു. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇലക്കെട്ട് അവിടെ ഇരുത്തി അമ്മ അങ്ങനെ ചോറ് വിളമ്പി കൊടുക്കണ്ടേ. അപ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് വെള്ളം വീണു. അപ്പോൾ വെള്ളവും കയ്യിരിക്കാൻ വേണത്. അപ്പോൾ അത് നോക്കിയപ്പോൾ എന്താ അമ്മ കരയണത്? മോനെ, നിൻ്റെ പിറന്നാൾ ഇതോടുകൂടി കഴിഞ്ഞു. ആ പടിക്ക് നോക്കുക. അപ്പോൾ അവിടെ അന്തകൻ പേരൊക്കെ ആയിട്ട് നിൽക്കേണ്ടതാണ്. അമ്മ ഞാൻ ഇപ്പോൾ വരാമെന്നുണ്ട്. അവിടെ നിന്ന് ഓടിയിട്ട് നവാമുകുന്ദ ക്ഷേത്രത്തിൽ തിരുനാവായ വന്ന് ഭഗവാനെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറയാ, ഞാനല്ല അതിൻ്റെ ആളാണ് പറങ്കോടപ്പൻ, ആളെ പോയി കണ്ടാൽ മതി. അപ്പോൾ ഈ കാലൻ തയ്യാറായിട്ട് പിടിക്കാനായിട്ട് നിൽക്കുക. അവിടെ ഒരു കാര്യം ചെയ്യാം, മുമ്പ് കൂടെ പോകണ്ട, പിന്നുകൂടെ പോയിക്കോളൂ പറഞ്ഞ് പിന്നുകൂടെ പടിഞ്ഞാറ് വഴി കടന്നു കൊടുക്കുക. അങ്ങനെ ഒരു പിടി മണലും 6-7 കല്ലും കൊടുക്കുക. അപ്പോൾ ഈ കാലിന് അടുത്തെത്തും തോറും ഈ കല്ലും മണ്ണും ഇട്ടാലും കാലം തീർത്താവും. അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോൾ കാലിന് ഏകദേശം അടുത്തെത്തിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ചാടാൻ വയ്യാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു ആലുണ്ട് ഇപ്പുറം കൂടെ. ആ ആല് തന്നെ പടർന്നു കൊടുത്തു പോകണം. ആ പടർന്നു കൊടുത്തോടുകൂടി ഈ കാലം പോയിട്ട് ഈ ശിവലിംഗത്തോട്, അപ്പോൾ ഇയാൾ ഈ ശിവലിംഗത്തോടു കൂടി ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്നു ആൾക്കാണ്ടതിന്. അപ്പോൾ ആ ശിവലിംഗത്തോട് കൂടിയിട്ട് ഇയാൾ കയറിടുക കാലം. അപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നു. അത്ര കാരണമൂർത്തിയിൽ അവിടെ ആയിരുന്നു ശിവൻ ഇരുന്ന്. അപ്പോൾ ഈ നെലോടി കേട്ടിട്ട് അവിടുന്ന് വന്നതാ. നോക്കുമ്പോൾ കാലൻ ശിവലിംഗത്തോടു കൂടി കയറിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ശൂലം കൊണ്ട് സംഭരിച്ചു എന്നാ 4 കഷ്ണാക്കി. എന്നിട്ട് അപ്പത്തെ പുറത്ത് പോയി ശൂലം കഴുകി ആ കുളപ്പടും ചോര പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ തൃപ്പൂങ്കോട്ട് ശിവക്ഷേത്രം തിരുനാവായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. തീർച്ചയായും. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. എന്തായാലും ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും നിങ്ങൾ എല്ലാം കേട്ടുമല്ലോ. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയൊരു അടിപൊളിയായിട്ട് വീഡിയോ ഇടുന്നവരെ എല്ലാവർക്കും ബൈ.